1848 ദത്തബഹാര നയപ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി പിടിച്ചെടുത്ത ആദ്യത്തെ നാട്ടുരാജ്യമേത്? ആൻസർ ഓപ്ഷൻ സി സത്താറ. ഇന്ത്യൻ കൗൺസിൽ നിയമം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി 1861 പോർട്ട്ഫോളിയോ സംവിധാനം കൊണ്ടുവന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി കാനിങ് പ്രഭു. താഴെ പറയുന്നവയിൽ ഏതാണ് 1862 കൗൺസിലിലേക്ക് ലോർഡ് കാനിങ് നാമനിർദ്ദേശം ചെയ്യാത്തത്? ആൻസർ ഓപ്ഷൻ സി മൈസൂരിലെ മഹാരാജാവ്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വെവ്വേറെ ഇലക്ട്രേറ്റ് ഏർപ്പെടുത്തിയ നിയമം? ആൻസർ ഓപ്ഷൻ ഡി മിൻറ്റോ മോർലി പരിഷ്കരണ നിയമം 1909. ഡയാർക്കി സമ്പ്രദായ ഭരണം നടപ്പിലാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി മോണ്ടസ്ക്യൂ ചെംസ്ഫോർഡ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടിയെടുക്കും എന്ന് പറഞ്ഞത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്. ഏത് ഹൗസിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ബിൽ അവതരിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ എ ഹൗസ് ഓഫ് കോമൺസ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ എ സാമ്പത്തിക ജനാധിപത്യമില്ലാതെ രാഷ്ട്രീയ ജനാധിപത്യം അർത്ഥശൂന്യമാണെന്ന് അംബേദ്കർ വിശ്വസിച്ചു. താഴെ പറയുന്നവയിൽ ആരാണ് ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിൽ അംഗമല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ബി വില്യം ബെന്റിക് പ്രഭു. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ചെംസ്ഫോർഡ് പ്രഭു. ഗാന്ധി ഓൾ ഇന്ത്യ ആൻറ്റി അൺടച്ചബിലിറ്റി ലീഗ് രൂപീകരിച്ച വർഷം? ആൻസർ ഓപ്ഷൻ സി 1932. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ഐക്യം, വിശ്വാസം, ത്യാഗം. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഗോപാലകൃഷ്ണ ഗോഖലെ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി സച്ചിദാനന്ദ സിൻഹ. 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ടിൻ്റെ ഏത് സവിശേഷതയാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കാത്തത്? ആൻസർ ഓപ്ഷൻ സി പ്ലൂറൽ എക്സിക്യൂട്ടീവ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 2023-2024 ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി? ആൻസർ ഓപ്ഷൻ ബി ചൈന. 2011 സെൻസസ് പ്രകാരം പട്ടിക 1 പട്ടിക 2 പൊരുത്തപ്പെടുത്തുക? ആൻസർ ഓപ്ഷൻ ബി. പൊതുമേഖലാ നിക്ഷേപത്തിൻ്റെ പ്രാധാന്യം ആദ്യമായി വെട്ടിക്കുറച്ച പഞ്ചവത്സര പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ സി 9ാമത്തെ. 1969 MRTP നിയമത്തിന് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി ഈ നിയമം ആസാം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും ഉൾക്കൊള്ളുന്നു. ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പരിഗണിക്കുക? ആൻസർ ഓപ്ഷൻ ഡി 2, 3, 4. ഇന്ത്യയെ വികസിപ്പിക്കുന്നതിന് ഇന്ത്യ ഇംഗ്ലണ്ടിന് ഹോം ചാർജുകൾ നൽകി. ബ്രിട്ടീഷ് വ്യാവസായിക വിപ്ലവത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വളരെ കുറഞ്ഞ നിരക്കിൽ ഇന്ത്യ കയറ്റുമതി ചെയ്തു. ബ്രിട്ടീഷ് ഭരണാധികാരികൾ തങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ഭൂരിഭാഗവും ഇന്ത്യയിൽ ഉപയോഗിക്കാതെ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചയച്ചു. നീതി ആയോഗിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളായി താഴെ പറയുന്നവയിൽ ഏതാണ് പരിഗണിക്കാത്തത്? ആൻസർ ഓപ്ഷൻ സി പഞ്ചവത്സര പദ്ധതികളിൽ സർക്കാരിൻ്റെ നിക്ഷേപ പദ്ധതികൾ നിർദ്ദേശിക്കുക? 1949 ബംഗാൾ ക്ഷാമം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ബംഗാളിലും സമീപ പ്രദേശങ്ങളിലും ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ വൻ ഇടിവ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവം? ആൻസർ ഓപ്ഷൻ ഡി 1, 2, 4 ശരി, 3 തെറ്റ്. ഇന്ത്യയിലെ താഴെ പറയുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പരിഗണിക്കുക? ആൻസർ ഓപ്ഷൻ എ. ഇന്ത്യയിലെ ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗിക പരാജയത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ? ആൻസർ ഓപ്ഷൻ ബി 4. ബ്ലൂ പ്രിന്റിൻ്റെ അഭാവം. എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും ഉദ്യോഗസ്ഥർക്ക് നിശ്ചയമില്ലാതിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യയിലെ വ്യാവസായികവൽക്കരണത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? ആൻസർ ഓപ്ഷൻ സി തുണിത്തരങ്ങളിൽ ഇന്ത്യയുടെ വ്യാപാരം മിച്ച മില്ലുടമകൾ വിവേകപൂർവ്വം ഉപയോഗിച്ചില്ല.
ഇന്ത്യൻ രൂപ ഡാഷ് മാറ്റാവുന്നതാണ്. കറണ്ട് അക്കൗണ്ടിൽ മാത്രം. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആനുകാലിക ലേബർ ഫോഴ്സ് സർവേ പ്രകാരം സ്ത്രീ തൊഴിൽ പങ്കാളിത്ത നിരക്ക് FLFPR താഴെ പറയുന്ന പ്രവണത പിന്തുടരുന്നു. ഇത് 2018 അപേക്ഷിച്ച് 2012-22 ഗ്രാമീണ നഗര മേഖലകളിൽ വർദ്ധിച്ചു. 1-2 ലിസ്റ്റുകൾ പരിഗണിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി. ഇന്ത്യയിലെ മരണങ്ങളിലെ രോഗങ്ങളുടെ ഭാരം നിലവിൽ താഴെ പറയുന്നവയിൽ ഏതാണ് പിന്തുടരുന്നത്? ആൻസർ ഓപ്ഷൻ ബി. സാംക്രമിക രോഗങ്ങളുടെ ഭാരം സാംക്രമികമല്ലാത്ത രോഗങ്ങളെക്കാൾ കുറവാണ്. ദ്രൗപദി ദീദി സ്കീമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ആൻസർ ഓപ്ഷൻ എ. 1 മാത്രം. സഹകരണ സ്ഥാപനങ്ങളിലെ സ്ത്രീകളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിലാണ് പദ്ധതി പ്രാഥമികമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. നബാർഡിൻ്റെ 2021-22 വർഷത്തേക്ക് അടുത്തിടെ പുറത്തിറക്കിയ ഓൾ ഇന്ത്യ റൂറൽ ഫിനാൻഷ്യൽ എക്സ്ക്ലൂഷൻ സർവേ പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി. ഗ്രാമീണ കാർഷിക മേഖലകളിൽ സാമ്പത്തികം ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന ഉപകരണമായി കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉയർന്നു. താഴെ പറയുന്ന വിവരണം പരിഗണിക്കുക. ഒരു സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 100 ദിവസത്തേക്കെങ്കിലും തൊഴിലുറപ്പ് വേതനം നൽകിക്കൊണ്ട് ഗ്രാമീണ കുടുംബങ്ങളുടെ ഉപജീവന സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഈ പദ്ധതി ശ്രമിക്കുന്നു. താഴെത്തട്ടിലുള്ള സമീപനത്തിലൂടെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താനും ഇത് ലക്ഷ്യമിടുന്നു. മുകളിലുള്ള വിവരണം താഴെ പറയുന്ന ഏത് സ്കീമിന് അനുയോജ്യമാണ്? ആൻസർ ഓപ്ഷൻ സി. അന്ത്യോദയ മിഷനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. വിവിധ സർക്കാർ പദ്ധതികൾ ഗ്രാമപഞ്ചായത്തുകളുമായി സംയോജിപ്പിച്ച് വിഭവങ്ങളുടെ ഫലപ്രദമായ ഉപയോഗം ഉറപ്പാക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. ആൻസർ ഓപ്ഷൻ ഡി. 1, 2, 3. 2023 ദാരിദ്ര്യരഹിത ഇന്ത്യ എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കാൻ ഇത് ശ്രമിക്കുന്നു. ഗ്രാമപ്രദേശങ്ങളിലുടനീളം വികസന പ്രക്രിയയിലെ പുരോഗതി നിരീക്ഷിക്കുന്നതിനും ഫലങ്ങളെക്കുറിച്ച് വാർഷിക സർവേ നടത്താനും ഇത് നിർബന്ധമാക്കുന്നു. പ്രധാൻ മന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ്റെ ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. ഇന്ത്യൻ ദാരിദ്ര്യരേഖയെ ദരിദ്രരേഖയായി കണക്കാക്കിയതാര്? ആൻസർ ഓപ്ഷൻ സി. ജീൻ ഡ്രസി. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അളക്കുന്നതിന് സൂചകമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഇതാണ് നബാർഡിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടാത്തത്. ആൻസർ ഓപ്ഷൻ എ. ഗ്രാമീണ അർദ്ധ നഗര പ്രദേശങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് നിക്ഷേപവും ഉൽപാദന വായ്പയും നൽകുന്ന സ്ഥാപനങ്ങൾക്ക് ഒരു അപ്പെക്സ് ഫിനാൻസിംഗ് ഏജൻസിയായി പ്രവർത്തിക്കുക. താഴെ പറയുന്നവ പരിഗണിക്കുക. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ എ. ബുഷ് തിയറി നിർദ്ദേശിച്ചത്? ആൻസർ ഓപ്ഷൻ സി. റോസ സെൻസ്റ്റീൻ റോഡൻ. ഇന്ത്യയിലെ പൊതുവിതരണ സംവിധാനത്തിന് കീഴിൽ വരാത്ത ഇനങ്ങൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. ബജ്റ. ഇന്ത്യയിലെ മൈക്രോ ഫിനാൻസിങ്ങിനെക്കുറിച്ചുള്ള താഴെ സ്വാതന്ത്ര്യത്തിനു മുമ്പുള്ള ഇന്ത്യയിൽ ഭരണപരമായ വികേന്ദ്രീകരണം പരിഗണിക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടത്തെ പ്രേരിപ്പിച്ചതെന്താണ്? ആൻസർ ഓപ്ഷൻ സി. 1857 കലാപത്തിനു ശേഷം കടുത്ത സാമ്പത്തിക സമ്മർദ്ദം. ആർട്ടിക്കിൾ 243 പ്രാഥമിക ലക്ഷ്യം ഇതാണ്. ആൻസർ ഓപ്ഷൻ എ. മുനിസിപ്പാലിറ്റികളിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കുക. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ പ്രധാന പ്രവർത്തനം എന്താണ്? ആൻസർ ഓപ്ഷൻ എ. പ്രാദേശിക ഭരണത്തെക്കുറിച്ചുള്ള മികച്ച രീതികൾ പ്രചരിപ്പിക്കുന്നതിനായി രേഖപ്പെടുത്തുക. താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം കൃത്യമായി പ്രതിനിധീകരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി. 941 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ, 87 മുനിസിപ്പാലിറ്റികൾ, 6 മുനിസിപ്പൽ കോർപ്പറേഷനുകൾ. മുനിസിപ്പാലിറ്റികളുടെ ചുമതലകൾ കൈകാര്യം ചെയ്യുന്ന 12-ാം ഷെഡ്യൂൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ ഡി. സംസ്ഥാന ലിസ്റ്റ്. താഴെ പറയുന്നവയിൽ പൊരുത്തപ്പെടുത്തി ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ബി.
ഇന്ത്യയിലെ വികേന്ദ്രീകൃത ഗവൺമെൻറ്റിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 1, 2, 3 മാത്രം. ഓരോ 5 വർഷത്തിലും നിർബന്ധിത തിരഞ്ഞെടുപ്പ്. സ്ത്രീകൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും സീറ്റ് സംവരണം. വികസന പദ്ധതികളുടെ കേന്ദ്രീകൃത വികേന്ദ്രീകരണമാണ് പ്രാദേശിക കൗൺസിലുകൾക്ക് നയവും നിയമനിർമ്മാണ അധികാരങ്ങളും കൈമാറുന്നത്. ആൻസർ ഓപ്ഷൻ എ രാഷ്ട്രീയ വികേന്ദ്രീകരണം. ഗുപ്ത കാലഘട്ടത്തിൽ പട്ടണങ്ങളുടെ ഭരണത്തിൻ്റെ ഉത്തരവാദിത്തം ആർക്കായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി കേന്ദ്ര നിയമിത പർപ്പൽ. താഴെ പറയുന്നവയിൽ ഏതാണ് 74-ാം ഭേദഗതി നിയമത്തിൻ്റെ വ്യവസ്ഥയല്ല? ഇന്ത്യയിലെ വികേന്ദ്രീകരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മേൽപ്പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ സി 1, 2. ആൻസർ ഓപ്ഷൻ സി 1, 3 മാത്രം. 10ാം പഞ്ചവത്സര പദ്ധതി പ്രകാരം കേരളത്തിലെ വികേന്ദ്രീകരണ പരിപാടി പുനഃക്രമീകരിക്കുകയും കേരള വികസന പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. 11ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ പീപ്പിൾസ് പ്ലാനിംഗ് എന്ന ആശയത്തിന് ഊന്നൽ നൽകി കേന്ദ്രീകരണത്തിൻ്റെ മുഴുവൻ പ്രക്രിയയും നവീകരിച്ചു. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം വിഭാവനം ചെയ്ത PURA മോഡൽ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഗ്രാമ-നഗര വിഭജനം നികത്തൽ. ബാൻ എന്ന പുതിയ കേരള നാണയം സൂചിപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ഗ്രാമ-നഗര പ്രദേശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കുറവാണ്. വികേന്ദ്രീകരണ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം വികേന്ദ്രീകരണ ആസൂത്രണത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ താഴെ പറയുന്നവയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 1, 3, 4 മാത്രം. പറയുന്നതിന് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ സർക്കാർ നൽകിയ കണ്ടെത്തലിൻ്റെ 3 പ്രധാന ഘടകങ്ങൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 1. പറയുന്ന ജോഡികൾ പരിഗണിക്കുക. മുകളിലെ ജോഡികളിൽ ഏതാണ് പൊരുത്തപ്പെടുത്തുക? ആൻസർ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ജില്ലാ ആസൂത്രണ സമിതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ആൻസർ ഓപ്ഷൻ ഡി 2, 4 മാത്രം. മൊത്തം ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തിൻ്റെ ശതമാനത്തിൽ കേരളത്തിലെ മൊത്തം വിളവെടുപ്പ് പ്രദേശം. ആൻസർ ഓപ്ഷൻ എ 1980-81 74.24% നിന്ന് 1990-91 77.72% അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ആൻസർ ഓപ്ഷൻ എ 2, 4 മാത്രം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം. പ്രക്രിയയിൽ വർക്കിംഗ് ഗ്രൂപ്പുകളുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെയും ഒരു ഘടനയുണ്ട്. വർക്കിംഗ് ഗ്രൂപ്പുകളുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെയും വ്യത്യസ്ത ജോഡികൾ ചുവടെ നൽകിയിരിക്കുന്നു. മേൽപ്പറഞ്ഞ ജോഡികൾ ഏതാണ് ശരിയായി പൊരുത്തപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി 1, 4 മാത്രം. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ആദ്യ ദശകത്തിൽ കേരളത്തിലെ LSGകളുടെ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ആൻസർ ഓപ്ഷൻ സി 3 മാത്രം. 1997-98 സംസ്ഥാന പദ്ധതി വിഹിതത്തിൻ്റെ 26.23% നിന്ന് 2006-2007 22.54% LSGകൾക്കുള്ള സഹായത്തിൻ്റെ ശതമാനം കുറഞ്ഞു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ട്? ആൻസർ ഓപ്ഷൻ ഡി ഗ്രാമീണ നഗര കുടിയേറ്റം കുറയ്ക്കുന്നതിന്. സ്ത്രീകളുടെ വിദ്യാഭ്യാസവും തൊഴിലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ സി ബിരുദം സ്ത്രീകൾക്ക് ജോലി ചെയ്യാനുള്ള സാധ്യത മെച്ചപ്പെടുത്തുന്നു. മുകളിലുള്ള പട്ടിക 1-ൽ കാണിച്ചിരിക്കുന്ന കാലയളവിലുടനീളം വിദ്യാഭ്യാസത്തിൻ്റെ മധ്യനിരയിലുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും താഴ്ന്നതും ഉയർന്നതുമായ വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾക്ക് ഉയർന്ന തൊഴിലവസരങ്ങളുണ്ട്. 2018-നും 2021-നും ഇടയിൽ എല്ലാ ഗ്രൂപ്പുകൾക്കും തൊഴിൽ വർദ്ധിച്ചു. എന്നാൽ മിക്കവരും മധ്യനിര വിദ്യാഭ്യാസമുള്ളവർക്കാണ് ഈ
കാലയളവിൽ മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിതിയുടെ വീക്ഷണത്തിൽ വർധനവ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി. ഗാർഹിക വർഷത്തിലേറെയായി ജനസംഖ്യാനുപാതം വർദ്ധിക്കുന്നതിനും വികസിത രാജ്യങ്ങൾക്ക് തുല്യമായ ഉയർന്ന ആയുർദൈർഘ്യമുള്ളതുമായ ഒരു വയോജന സമൂഹമാണ് കേരളം. നിലവിൽ കേരളത്തിൽ വയോജന പരിചരണം നൽകുന്ന പ്രബലമായ ക്രമീകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. കുടുംബം. വിദ്യാഭ്യാസത്തിലും ജോലിയിലും പട്ടികജാതി വർഗ സംവരണത്തിന് വരുമാന പരിധിയില്ല. സമഗ്രമായ വികസനം കൈവരിക്കുന്നതിന് ഇത് ആവശ്യമാണെന്ന് കരുതുന്നു. എന്തുകൊണ്ട്? ആൻസർ ഓപ്ഷൻ എ. ജാതി വിവേചനത്തിൻ്റെ സാമൂഹിക സ്വഭാവം. 2015 അവസാനിച്ച സഹസ്രാബ്ദ വികസന ലക്ഷ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2030 ടാർഗറ്റ് വർഷമായി കണക്കാക്കപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ വികസന വിശാലമായ കാഴ്ചപ്പാടിനെ പ്രതിനിധീകരിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് SDGകളുടെ വിശാലമായ കാഴ്ചപ്പാടിനെ പ്രതിനിധീകരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ. ഗ്രഹത്തെ സംരക്ഷിക്കുകയും ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുക. താഴെ പറയുന്നവയിൽ ഏതാണ് സ്ത്രീ ശാക്തീകരണവുമായി നിങ്ങൾ ബന്ധപ്പെടുത്തിയിരിക്കുക? ആൻസർ ഓപ്ഷൻ ബി. ഉപജീവന സുരക്ഷ കൈവരിക്കുന്നതിന് പാവപ്പെട്ട സ്ത്രീകളെ അണിനിരത്തുക. വിമൻ ഇൻ ഡെവലപ്മെന്റ് സമീപനം 1970കളിലെ സ്ത്രീകളുടെ വികസനത്തിന് പിന്തുണ നൽകുന്ന ആഗോളവാദത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഫലമായി താഴെ പറയുന്നവയിൽ ഏതാണ് നിങ്ങൾ WID സമീപനവുമായി ബന്ധപ്പെടുത്തുന്നത്? ആൻസർ ഓപ്ഷൻ ബി. സ്ത്രീകൾക്ക് തൊഴിൽ വിപണിയിൽ പ്രവേശിക്കുന്നതിനുള്ള പരിശീലനം. ഒരു ട്രേഡ് യൂണിയനിൽ അംഗമാകുന്നതിന് ദരിദ്ര കുടുംബങ്ങളിലെ തൊഴിലാളികളെ സാമൂഹിക മൂലധനം വിപുലീകരിക്കാൻ എങ്ങനെ പ്രാപ്തരാക്കുന്നു? ആൻസർ ഓപ്ഷൻ എ. പുതിയ ബന്ധങ്ങൾ രൂപീകരിക്കുന്നതിലൂടെ. വാർഷിക സംസ്ഥാന ബജറ്റിനൊപ്പം ഇന്ത്യ ഗവൺമെൻറ് ഒരു ലിംഗ ബജറ്റ് പ്രസ്താവന നൽകുന്നു. ഏതെങ്കിലും പ്രത്യേക വർഷത്തിലെ ലിംഗ ബജറ്റ് പ്രസ്താവനയിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി. സ്ത്രീകൾക്കായ സംഘങ്ങളിൽ സംഘടിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്ക് ഈടില്ലാതെ വായ്പ നൽകാൻ ബാങ്കുകൾ തയ്യാറാവുകയും എന്നാൽ വ്യക്തിഗത സ്ത്രീകൾക്ക് നൽകാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? ആൻസർ ഓപ്ഷൻ ബി. വികലാംഗരായ ആളുകൾ ഇന്ത്യയിൽ വളരെ താഴ്ന്ന തൊഴിലവസരങ്ങൾ അനുഭവിക്കുന്നു. നാഷണൽ സാമ്പിൾ സർവേ 2017-2018 പ്രകാരം 15 വയസ്സിന് മുകളിലുള്ള PWയുടെ 23% മാത്രമാണ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത്. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെ ഡേറ്റ പ്രകാരം എല്ലാ സംഖ്യകളുടെയും തൊഴിലിൻ്റെയും പകുതിയിൽ താഴെയാണ് എന്നാണ് PWയുടെ താഴ്ന്ന തൊഴിൽ നിലവാരം വിശദീകരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി. 1 എയും ബിയും. എന്നിവയിൽ ഏതാണ് നീതി ആയോഗിൻ്റെ സംരംഭങ്ങൾ? ആൻസർ ഓപ്ഷൻ ബി. 1, 2, 3 മാത്രം. ഈ അമൃത് മെഥനോൾ സമ്പദ്വ്യവസ്ഥ പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ജീവിതശൈലി. ഹരിത കേരള മിഷനെക്കുറിച്ച് ഉള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ബി. 2 മാത്രം. മുനിസിപ്പാലിറ്റികൾ കൈകാര്യം ചെയ്യേണ്ട 12ാം ക്ലാസ്സിലെ 18 ഇനങ്ങളുടെ ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. 1, 3 മാത്രം. കേരള സംസ്ഥാനത്തിലെ ഈ ഗവൺമെൻറ് സംരംഭങ്ങളെ സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരി? ആൻസർ ഓപ്ഷൻ സി. എന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ സി. 3, 4 മാത്രം. വാർഡ് കമ്മിറ്റിയെക്കുറിച്ചുള്ള ഏത് പ്രസ്താവനയാണ് ശരി? ആൻസർ ഓപ്ഷൻ എ. 1, 2 മാത്രം. 1 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള മുനിസിപ്പാലിറ്റിയിലെ ഓരോ വാർഡിനും വാർഡ് കമ്മിറ്റിയുണ്ട്. വാർഡിലെ കൗൺസിലറാണ് വാർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി. ഒരു ജില്ലാ ആസൂത്രണ സമിതിയെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രസ്താവനയാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി. വികേന്ദ്രീകരണ ആസൂത്രണം, പുരോഗതി റിപ്പോർട്ടിംഗ്, ജോലി അടിസ്ഥാനമാക്കിയുള്ള അക്കൗണ്ടിംഗ് ഇവയിൽ മികച്ച സുതാര്യത കൊണ്ടുവന്ന് രാജ്യത്തുടനീളം ശക്തിപ്പെടുത്തുകയും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ ഈ ഗവൺനൻസ് ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച പഞ്ചായത്ത് രാജ് മന്ത്രാലയമാണ് ഡാഷ് വെബ് പോർട്ടൽ ഗ്രാം സ്വരാജ്. ഓപ്ഷൻ ബി. ഗവൺമെൻറ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് നടത്തുമ്പോൾ താഴെ പറയുന്ന എല്ലാ ഓപ്ഷനുകളും ഒന്നൊഴികെ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങളായി കണക്കാക്കുന്നു. ആൻസർ ഓപ്ഷൻ ഡി. പേയ്മെൻറ്റ്. ഒരു ഗവൺമെൻറ് സംവിധാനം നടപ്പാക്കുന്നതിനായി ഗവൺമെൻറ് പ്രോസസ്
റീ എഞ്ചിനീയറിംഗ് പരിഗണിക്കുമ്പോൾ ഡാഷ് സമയം, ചെലവ്, സങ്കീർണ്ണത, സുതാര്യത, പൗരാനുഭവം എന്നിവ കണക്കിലെടുക്കേണ്ട ഘടകങ്ങളാണ്. ആൻസർ ഓപ്ഷൻ എ സേവന നിലവാരം. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ ഈ വർഷം ശരാശരി മഴയുടെ അളവ് 20% കുറഞ്ഞാൽ സംസ്ഥാനത്തെ അരി ഉൽപ്പാദനത്തെ എന്ത് ബാധിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ സഹായിക്കുന്ന വിവര സംവിധാനം തരമാണ്. ആൻസർ ഓപ്ഷൻ ഡി നോളജ് വർക്ക് സിസ്റ്റം. ഡാഷ് നിയമങ്ങളുടെ ഒരു ശേഖരണത്തിലൂടെ തിരയാനും അനുമാന എഞ്ചിൻ എന്ന് വിളിക്കുന്ന നിഗമനങ്ങൾ രൂപപ്പെടുത്താനുമുള്ള ഒരു തന്ത്രം സ്വീകരിക്കുന്നു. ആൻസർ ഓപ്ഷൻ ഡി എക്സ്പെർട്ട് സിസ്റ്റം. ഒരു നിർദ്ദിഷ്ട ഗവേണൻസ് സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ള ലക്ഷ്യങ്ങൾ ഉപയോക്താക്കൾ സെർച്ച് എഞ്ചിനുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് ഫോമുകൾ, ഡോക്യുമെൻ്റുകൾ, ബന്ധപ്പെട്ട വകുപ്പുമായി ബന്ധപ്പെടുത്തുന്നതിന് ഇമെയിൽ സൗകര്യം എന്നിവ പോലുള്ള ഉപകരണങ്ങൾ നൽകുമ്പോൾ അത് ലക്ഷ്യമിടുന്നത് ഡാഷ് ഗവേണൻസ് മെച്യൂരിറ്റി ബോർഡിൻ്റെ നിലവാരമാണ്. ആൻസർ ഓപ്ഷൻ ബി ഇടപെടൽ.